ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു കൊക്കക്കോളന്റെ കുപ്പിയുടെ മൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുപ്പിയുടെ ചിൽ കുപ്പിന്റെ കൊക്കക്കോളന്റെ ക്യാപ്പ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ ക്രിയേറ്റ് വെച്ച മൂടിയാണിത്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതുപോലെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂ പാർട്ട്. ആദ്യം ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ആദ്യം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിൾ, വട്ടം. ചിലവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി 3 പോയിന്റ് ആർക്ക്. അത് വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ 2 ക്ലിക്ക് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ. അതാണ് 3 പോയിന്റ് ആർക്ക്. എന്നിട്ട് നമുക്ക് ഈ 2 പോയിന്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിലാണ് വേണ്ടിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് 3mm. 3mm റേഡിയസ്. ഓക്കെ, ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് 4.71 mm. ഓക്കെ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ വന്നിട്ട് 30 mm. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഈ ആർക്കിന് മൊത്തത്തിൽ നമുക്ക് ഈ സർക്കിൾ ചുറ്റും ആക്കണം. അതിന് നമുക്ക് പാറ്റേൺ കൊടുക്കാം. പാറ്റേൺ പറഞ്ഞാൽ സർക്കുലർ പാറ്റേൺ. സർക്കുലർ പാറ്റേണിൽ ഈ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻറ്റിറ്റിയിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 4 വന്നിട്ട് നമുക്ക് 4 മൊത്തത്തിൽ 20 mm ആണ്. 20 നമ്പേഴ്സ് വേണം. 360 ഡിഗ്രിയിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് അല്ല, നമുക്ക് കൺസ്ട്രെയിൻ ആക്കണം. ഫുള്ളി ഡിഫറെൻറ്റ് ഡ്രോയിങ്. കാൽക്കുലേറ്റ് കൊടുക്കാം. കാൽക്കുലേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഓക്കെ കൊടുക്കാം. എന്നാൽ നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് ബോസ് ബേസ്. എക്സ്ട്രൂഡ് ബോസ് ബേസ് പറഞ്ഞാൽ ഇത് നമുക്ക് ആകെ ഈ ഒരു ജോയിന്റ് ഉണ്ട്. ഇവിടെ 2 ജോയിന്റ് ഫിക്സ് അല്ല, അതിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറുതായിട്ട് 0.1 mm അത് മാത്രം മതി. ഈ പ്ലെയിനിൽ 0.1 mm ഓക്കെ കൊടുക്കാം. ചെറിയൊരു ഷേപ്പ് മാത്രം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. നമുക്കൊരു എക്സ്ട്രാ ഒരു പ്ലെയിൻ വേണം. പ്ലെയിൻ ടോപ്പിലായിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു 4 mm ഡിസ്റ്റൻസിൽ ഒരു പ്ലെയിൻ. അവിടെയാണ് നമുക്ക് 4 mm ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ഡ്രോയിങ് വയ്ക്കേണ്ടത്. അവിടെ നമുക്ക് ഓക്കെ കൊടുക്കാം. നോർമൽ ടു സ്കെച്ച്. അയ്യോ, ഹൈഡ് ആയി. സ്കെച്ച് കൊടുക്കാം. അഗൈൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിളിന്റെ ഡയമീറ്റർ വന്നിട്ട് 26.5 mm. എക്സിറ്റ് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഇത് പറഞ്ഞാൽ ഈ ഡ്രോയിങ്ങിന്റെ പ്ലെയിൻ സെലക്ട് ചെയ്യാം. സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. അപ്പം അതൊരു ഡ്രോയിങ് പോലെ വന്നിട്ടുണ്ട്, സ്കെച്ച് പോലെ. ഇനി നമുക്ക് ആദ്യം വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സിറ്റ് ആയിട്ട് കൊടുക്കുക. ലൂഫ്റ്റഡ് ബോസ് ബേസ്. ആദ്യം ഈ ഡ്രോയിങ് സെലക്ട് ആയിട്ടുണ്ട് ഓൾറെഡി. പ്രൊഫൈൽ സ്കെച്ച് 3. ഇനി പ്രൊഫൈൽ സ്കെച്ച് 2 സെലക്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് ഒരു 3D ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ഒരുവിധം സെൻട്രൽ പകുതി ഭാഗം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ ഈ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് റെഫറൻസ് പ്ലെയിൻ ഇവിടെ നിന്ന് ഒരു 3 mm ഡിസ്റ്റൻസിൽ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യണം. ഓക്കെ കൊടുക്കാം. നോർമൽ ടു ഇത് വെച്ചിട്ട് നമുക്കൊരു ഡ്രോയിങ് വയ്ക്കണം. 3 mm ഡിസ്റ്റൻസിൽ നോർമൽ ടു സ്കെച്ച്. അഗെയിൻ സർക്കിളാണല്ലോ ടോപ്പിൻ്റെ ടോപ്പ് ഭാഗം. സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഇനി അതിൻ്റെ ഡയമെൻഷൻ 25 mm ഡിസ്റ്റൻസ്. ഓക്കെ കൊടുക്കാം. എക്സിറ്റ് സ്കെച്ച് കൊടുക്കാം. ഈ പ്ലെയിൻ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. എന്താണ് ഡിജിറ്റൽ പോയിടങ്ങാം. അഗൈൻ ലോഫ്റ്റഡ് ബോസ് ബേസ്. ഈ സ്കെച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. കഴിഞ്ഞു. നമുക്ക് ടോപ്പിൻ്റെ എല്ലാ ഭാഗവും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പ് പറഞ്ഞ ഒരു കെർവ്ഡ് ഷേപ്പാണ്. അതിന് നമുക്ക് ഫില്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലേറ്റിൽ
ഓൺലി 2.5 mm ഈ സർക്കിളിൻ്റെ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കണ്ട ഇതേപോലെ ഇരിക്കും. ഓക്കെ കൊടുത്ത് നോക്കാം കേട്ടോ, ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്, ഒരു ബിഗ് സർക്കിൾ ഇതിനേക്കാൾ വലുതൊന്ന് വരയ്ക്കാം. എന്തിനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നേരത്തെ 0.1 mm നമുക്ക് എക്സ്ട്രൂഡ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രൂഡ് കട്ട് കൊടുക്കാം. 0.1 mm കേട്ടോ, നേരത്തെ കൊടുത്തത് എക്സ്ട്രൂഡ് 1 mm. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി ഷെല്ല് പറഞ്ഞാൽ ടോപ്പ് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, നമുക്ക് മൂടി പോലെ അല്ലേ. അതിന് ഷെല്ല് കൊടുക്കാം. ഷെല്ല് നമുക്കൊരു 0.2 mm തൽക്കാലം കൊടുക്കാം. എന്നിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. കണ്ട ടോപ്പ് കറക്റ്റ് ടോപ്പ് പോലെ ആയിട്ടുള്ള. ഇനി നമുക്ക് ഇതിനെല്ലാം കളർ കൊടുക്കണം. അതിന് ഉള്ളിലുള്ള കളർ വേണ്ടല്ലോ, നമുക്ക് ഉള്ളിൽ കളർ വേണ്ട, അതിന് മെറ്റൽ തന്നെ മതി. കൺട്രോൾ പിടിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊന്ന് ഇത്തിരി സ്പീഡാക്കുന്നുണ്ട്. ടോപ്പിന് ചുറ്റുമുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പിയറൻസിൽ പോവാം. അപ്പിയറൻസിൽ പോയിട്ട് കളർ നമുക്ക് റെഡ് കളർ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. ഇത് കേട്ടോ, ടോപ്പിൽ റെഡ് കളറും അതിൻ്റെ ഉള്ളിൽ മെറ്റൽ കളറും. ഇനി നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് വ്യൂ കാണുന്നില്ലേ. ഇനി ഇതിൽ നമുക്ക് നെയിം ആഡ് ചെയ്ത് കൊടുക്കും, കൊക്കക്കോള എന്നുള്ളത്. കൊക്കക്കോള അതിന് നമുക്ക് അപ്പിയറൻസിൽ ഡിക്കേഡ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ആഡ് ഡെക്കൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിത്രമൊക്കെ ആഡ് ചെയ്യാനുള്ള സംഭവം തന്നെയാണ്. കൊക്കക്കോള എന്നുള്ളത് ബ്രൗസ് ചെയ്യാം. ഞാനിപ്പോൾ പിക്ചേഴ്സിലുള്ളത് ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനമാണ്. നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. മാപ്പിംഗ് കൊടുക്കാം. ഈ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലുതാക്കാം. ഇത് കുറച്ച് ഇതാണ്. ഓക്കെ, ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ കളറ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതിൽ കളറ് വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. എന്താ ഈ നമ്മുടെ മെറ്റലിൻ്റെ കളറിലും ഈ ഇപ്പം നമ്മൾ ആഡ് ചെയ്തതിൻ്റെ കളറും വ്യത്യാസമുണ്ട്. അതിന് നമുക്ക് അഗൈൻ ഈ കൊക്കക്കോള എന്നുള്ളതിൽ സെലക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. എഡിറ്റിൽ പോവാം. എഡിറ്റിൽ നമുക്ക് മാപ്പിംഗ് ഉണ്ട്, ഇലിസ്ട്രേഷൻ ഉണ്ട്, ഇമേജിൽ പോയിട്ട് ഏറ്റവും അടിയിൽ സെലക്റ്റീവ് കളർ എന്നുള്ളതുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഈ കളറിലുള്ള ഓക്കെ ഇവിടെയുള്ള റെഡ് കളറിലൊന്ന് പിക്ക് ചെയ്യാം. ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ അവിടെ അത് കാണുന്നുണ്ടോന്ന് കുറച്ച് ഇത്തിരി ഇടങ്ങിയിട്ടുള്ള പോലെ ഉണ്ടാവും, പക്ഷെ ഇപ്പം ഏകദേശം കറക്റ്റായിരുന്നു. പിന്നെ നമുക്ക് ഇടയിൽ നമുക്കിത് കറക്റ്റ് ലെവലിലാക്കണമെങ്കിൽ ഇത്തിരി പണി വേറൊരു ഇതും കൂടി ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അടുത്തതിൽ നോക്കാം. ഇപ്പോൾ ഇതുള്ളൂ. ഇനി നമുക്ക് ഇതിന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇനി നേരെ മോഷൻ സ്റ്റഡി പോവാം. മോഷൻ സ്റ്റഡിയിൽ അനിമേഷൻ വിസാർഡിൽ ഓക്കെ റൊട്ടേറ്റ് നെക്സ്റ്റ് എല്ലാം നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ റൊട്ടേറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.